PV ജോഷില കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജോഷില, പ്രതിപക്ഷ നേതാവും ഒപ്പം CPI സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ കള്ളാടിയിലെ ദുരന്ത മേഖല സന്ദർശിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ക്യാമ്പ് പ്രവർത്തിക്കുന്ന മേപ്പാടി പോളിടെക്നിക്കിലേക്കായിരിക്കും അദ്ദേഹം എത്തുക. അവിടെ നിന്ന് ക്യാമ്പിലുള്ളവരുമായി അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് ക്രമീകരണങ്ങൾ. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ കള്ളാടിയിലെ ദുരന്ത മേഖല സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും. ഇവിടെ പോളിടെക്നിക്കിലാണ് 48 കുടുംബങ്ങൾ 129 പേരെ പാർപ്പിച്ചിരിക്കുന്നത്. ഈ 129 പേരെയും പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കും. അവരുടെ സൗകര്യങ്ങൾ അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹം അന്വേഷിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ വരവ് എന്ന് പറയുന്നത് അത് ദുരന്ത മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നുകൂടിയാണ്. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെ ദുരന്തത്തെ അഭിമുഖീകരിച്ച ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് എന്താണ് ഈ ഇതിനു ശേഷം മാധ്യമങ്ങളോട് പറയാനുള്ളത്, അതുപോലെ തന്നെ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് നൽകാനുള്ളത് എന്നുള്ളതൊക്കെ തന്നെ ഈ ഒരു സന്ദർശനത്തിന് ശേഷം പറയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ ദുരന്തബാധിത മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ തന്നെ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. അതൊക്കെ തന്നെ അതേ രീതിയിൽ തന്നെ ഇവിടെ സാധ്യമാകുന്നുണ്ടോ, ദുരന്തബാധിതർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് ഇനി ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്, അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണുള്ളത് എന്നൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിനോട് പങ്കുവെക്കും എന്നുള്ള പ്രതീക്ഷ കൂടി ഇവിടെ താമസിക്കുന്നവർക്കുണ്ട്. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം ഇവിടെ സന്ദർശിക്കും. അതിനുശേഷം വിംസ് ആശുപത്രി സന്ദർശിക്കും. വിംസ് ആശുപത്രിയിൽ ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളുണ്ട്. അവരെ കൂടി സന്ദർശിച്ച ശേഷമായിരിക്കും ഈ ഒരു സന്ദർശനത്തിന്റെ അവലോകനവും അതുപോലെ തന്നെ വിലയിരുത്തലുകളും ഉണ്ടാവുക. അതിനുശേഷം എന്തായാലും അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണും. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ദുരന്ത മേഖലയായ കള്ളാടിയിൽ നിന്ന് അവിടെ സന്ദർശനത്തിന് ശേഷം മടങ്ങുകയാണ്. ഇനി മേപ്പാടി പോളിടെക്നിക് കോളേജിലെ ക്യാമ്പ് പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും അദ്ദേഹം പോവുക. അവിടെ എത്തി ക്യാമ്പിലുള്ളവരുമായി സംസാരിച്ച ശേഷം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെയും പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കും. നിലവിൽ അവിടെ ചെറിയ തോതിലുള്ള മഴ തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയങ്ങളിൽ അത്രയും തന്നെ കാലാവസ്ഥ തെരച്ചിലിന് അനുകൂലമായിരുന്നു. അല്പസമയം മുൻപാണ് ഈ ദുരന്ത സ്ഥലത്ത് നിന്ന് ഒരാളുടെ മൃതദേഹം കൂടി കണ്ടെത്തിയത്. ഇനി 4 പേർക്കായുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്.